53, 54. എന്നതാമേ, ഞാൻ 300 സെക്കൻഡ് ചെയ്യാൻ പോവായിരുന്നു, നശിപ്പിച്ചല്ല. എടാ, ഈ കടന്ന് കസർത്ത് കാണിക്കാൻ നിൽക്കാതെ ആ PSC ബുക്ക് എടുത്തിട്ട് 4 അക്ഷരം പഠിച്ചൂടാ നിനക്ക്. അതിന് PSC 3 ലക്ഷം തന്നെ ഉള്ളു. PSC തോറ്റിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ ചിരിയെല്ലാം ഞാൻ മാറ്റിച്ചിരുന്നുണ്ട്. അമ്മ, നമുക്ക് പഠിക്കാൻ മെന്റൽ ഹെൽത്ത് പോലെ തന്നെ ബോഡിക്ക് ഇച്ചിരി ഹെൽത്ത് വേണം. ഞാനതിൽ ഈ പണിയൊക്കെ കൊടുക്കണം കാണിക്കുന്നത്. എന്നാ പിന്നെ ചെയ്തോ. തൂക്കണോ? ഞാൻ വേണേ അകത്ത് പോവാം. വേണ്ട, അതിന്റെ ഇടയിൽ എങ്ങനെ തൂത്തോളാം. തുള്ളി കളിക്കല അല്ലേ ഇതിങ്ങനെ? സരസ്വതി പുഷ്പത്തിന്റെ കത്തുണ്ട്. ഓ, സരസ്വതി പുരുഷോത്തമൻ. അച്ഛമ്മക്ക് പ്രായത്തേരാ പ്രേമലേഖനൊക്കെ എഴുതുന്നു. അമ്മേ, അച്ഛമ്മേ, അമ്മേ, അച്ഛമ്മേ. പിച്ചക്കാരി പറയുന്ന പോലെ വിളിച്ചു പോകുന്നു. അമ്മ, അമ്മക്കൊരു കത്തുണ്ട്. ഇവിടുന്ന് സൈൻ ചെയ്യണം. അത് ഒപ്പിട്ട് മേടിക്കണെന്ന് അവര് പറയുന്ന, അത് ചെയ്തു കൊടുക്ക്. എവിടെ ഒപ്പിടണ്ട? എവിടെയോ? ഞാൻ വായിക്കാമേ. വേണ്ട വേണ്ട, നീ വായിക്കണ്ട, വായിക്കണ്ട. നീ വായിക്കാൻ നോക്കുന്നു. അതെന്താ ഞാൻ വായിച്ചാല്? നീ എന്റെ കത്തൊന്നും നീ വായിക്കണ്ട കേട്ടോ. ഓ, കാണാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ അതല്ലേ മലയാളത്തിൽ ഞാൻ പറഞ്ഞ, ഞാൻ വായിച്ചു തരാന്ന്. നീ വായിക്കണ്ട. എടാ മോനെ, നീ ഒന്ന് വായിച്ചടാ. ഇത് ബാങ്കിൽ നിന്നുള്ള എന്തോ ലെറ്റർ ആണല്ലോ അമ്മ. ബാങ്ക് ലെറ്റർ ആണോ? എന്നാ ഇങ്ങോട്ടാ. ഇനി വീട് കാണിച്ച് ജപ്തി ചെയ്യാൻ പോവാണോ? വായ്പാ കാലാവധി അറിയിപ്പ് സർ. വിഷയം വായ്പാ നമ്പർ വായ്പാ കാലാവധി അറിയിപ്പ് സർ. വിഷയം വായ്പാ നമ്പർ KCC 100-700 സംഖ്യ 25,000. താങ്കൾ 22/7/2024 ഞങ്ങളുടെ ശാഖകൾ സ്വർണ്ണപ്പണ്ട വായ്പയിലെടുത്ത 25,000 രൂപയും നാളിത് വരെയുള്ള പലിശയും കുടിശ്ശികയായിരിക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ മുതലും പലിശയും അടച്ച് വായ്പാ ബാധ്യത തീർക്കാൻ അഭ്യർത്ഥിക്കുന്നു. മേൽ പറഞ്ഞ തീയതിയിൽ വായ്പ എടുത്തില്ലെങ്കിൽ ഇനി ഒരു അറിയിപ്പില്ലാതെ പണയപ്പണ്ടം ലേലത്തിൽ വിറ്റ് തുക വസൂലാക്കുന്നതാണെന്ന് ഈ നോട്ടീസിനാൽ അറിയിക്കുന്നു. അമ്മ മാല വല്ലതും കൊടുത്ത അച്ഛന് പണയം വെക്കാൻ? ഇല്ല. ഇത് പിന്നെ ആർക്കും നോക്കണ്ട. എന്താ അമ്മേ? ഒന്നുമില്ല. ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഒരു നോട്ടീസ് ഇവിടെ വരില്ലല്ലോ.